നിതീഷ് കുമാറിന്റെ മാറ്റം ഇന്ത്യ മുന്നണിയുടെ അടിത്തറയെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന് ചില സൂചനകളുണ്ടായിരുന്നു. നിതീഷ് കുമാർ എപ്പോഴൊക്കെ രാഷ്ട്രീയമായിട്ട് മലക്കം മറിയുന്നുവോ അതിനു മുമ്പ് അദ്ദേഹം പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമായിരുന്നു. 5 വർഷം മുമ്പ് ഞങ്ങളെല്ലാം അദ്ദേഹം പൊടുന്നനമേ നാഷണൽ കൌൺസിലിലെ ബീഹാറിലെ പാറ്റ്നയിലെ കൃഷ്ണ മന്ദിർ വിളിച്ചു കൂട്ടിയപ്പോൾ ഞങ്ങൾ ഒന്നും സംശയിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അന്ന് ശരദ് യാദവാണ് പാർട്ടിയുടെ പ്രസിഡന്റ്. ശരദ് യാദവ് വളരെ പകച്ചുപോയി ആ യോഗത്തിൽ വെച്ച് നിതീഷ് കുമാർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് റാം ഗോവിന്ദിനെ പിന്തുണയ്ക്കുകയും എൻ ഡി എയിലേക്ക് മാറുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന ലല്ലൻ സിംഗിനെ അദ്ദേഹം മാറ്റുകയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലെല്ലാം നിതീഷ് കുമാറിന്റെ എന്തോ ഒരു മാറ്റത്തിന്റെ സൂചന ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് നിതീഷ് കുമാറിന്റെയോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നിതീഷ് കുമാർ കർപ്പൂരി താക്കൂറിന്റെ ജന്മശതാബ്ദി വേളയിൽ നടത്തിയ സമ്മേളനത്തിന്റെ തലേന്ന് BJP കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതോടുകൂടി തീർച്ചയായിട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ BJPയുമായിട്ട് നടന്നു എന്ന് ഇപ്പോൾ സംശയമുണ്ട്. തീർച്ചയായിട്ടും ബീഹാർ ആയിരുന്നു മഹാഗഠബന്ധന്റെയും 2024 ഇന്ത്യ ബ്ലോക്കിന്റെയും ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ BJPക്ക് 303 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ആ 303 ലോക്സഭാ സീറ്റുകളിൽ 39 ലോക്സഭാ സീറ്റുകൾ ബീഹാറിൽ നിന്നാണ്. എന്നാൽ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ നിതീഷ് കുമാറും കോൺഗ്രസും CPIയും CPMലും കൂടി ചേർന്ന് ഒരു വലിയ മഹാഗഠബന്ധൻ രൂപീകരിച്ചാൽ ഞങ്ങളുടെ കണക്കുകൂട്ടൽ ആ 40-ൽ 35 സീറ്റുകളോളം തിരിച്ചു പിടിക്കാമെന്നായിരുന്നു. ഇപ്പൊ 303-ൽ ഏതാണ്ട് 35 സീറ്റ് മാറിയാൽ 270 BJPക്ക് അപ്പോൾ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമായിരുന്നു. അതായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ആ കണക്കുകൂട്ടൽ BJP മനസ്സിലാക്കുകയും എന്ത് വില കൊടുത്തും നിതീഷ് കുമാറിനെ തിരികെ പിടിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു അവധാനത വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇവിടെ നികേഷ് സാർ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നിതീഷ് കുമാറാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നമുക്ക് കാണാതെ പോകാനാകുമോ ഡോക്ടർ വർഗീസ് ജോർജ്? നോക്കൂ, ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ഒരു വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് BJP കരുതുന്നത്. അതിൻ്റെ നേട്ടം BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കും. UPയിൽ ആ നിലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് ഒപ്പം വേണമെന്ന ആശയത്തിലായിരിക്കാം ഒരുപക്ഷെ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവുക. അതിൻ്റെ പരിണത ഫലമാണ് ഈ മണിക്കൂറുകളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ ശിവസേനയും NCPയും പിളർത്തി അവിടുത്തെ മഹാഗഠബന്ധനെ ചെറുതാക്കി കളഞ്ഞു. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞുവെങ്കിൽ ഇന്ന് ഡെറിക് ഒബ്രിയാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇനി ഇടപെട്ടിട്ട് കാര്യമില്ല, എല്ലാം വൈകിപ്പോയി, ഗ്രേവ് ഡിഗ്ഗറാണ് അവിടുത്തെ PCC പ്രസിഡന്റ് എന്നാണ്. എന്ന് വെച്ചാൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഏതാണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഞങ്ങളിതാ ഒറ്റക്ക് മത്സരിക്കാൻ പോകുന്നു എന്നും അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് UPയിൽ സ്വന്തമായി ജയിക്കാൻ കഴിയും. ബീഹാറിൽ നിതീഷ് വേണം എന്നുള്ളതിലേക്ക് കൺവീനറായിട്ടുള്ള നിതീഷ് കുമാറിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. മഹാരാഷ്ട്ര, ബംഗാൾ. അപ്പോൾ ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക്, അതിൻ്റെ ഒരു അവസാനത്തെ മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് എന്നല്ലേ കാണേണ്ടത് ഡോക്ടർ വർഗീസ് ജോർജ്? അല്ല നികേഷ് സാറ്, അതായത് BJPക്ക് ഏത് സാഹചര്യത്തിലും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനം വന്നിരുന്നത്. എന്നാൽ ഇതിനെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. കാരണം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, UP എന്നീ 4 സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റും BJP ജയിച്ചാലും ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അങ്ങ് കാണിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ അവസ്ഥയല്ല. അവിടെ MLAമാര് NCPയിൽ നിന്നും ശിവസേനയിൽ നിന്നും മാറിയെങ്കിലും അവിടെ മാസ് ബേസിൽ ഈ പാർട്ടികൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവിടെ കോൺഗ്രസ്, NCP, ശിവസേന വിഭാഗം സീറ്റ് ചർച്ചകളിൽ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ മമതാ ബാനർജിയുടെ നിലപാടാണ് അങ്ങ് പറഞ്ഞ പോലെ ആശ്ചര്യകരം. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓടി നടന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ മമതാ ബാനർജി കോൺഗ്രസിനോട് വളരെ മോശമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ
പശ്ചിമ ബംഗാളിൽ 2 ലോക്സഭാ സീറ്റുണ്ട്. മമതാ ബാനർജി ഓഫർ ചെയ്തത് കേവലം 2 സീറ്റ് മാത്രമാണ്. പിന്നെ ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പാർട്ടി ആ മുന്നണി നീക്കത്തില്ല. പക്ഷെ മമതാ ബാനർജി കളിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കളിയാണ്. TMCയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. 30% ജനങ്ങൾ അവിടെ മുസ്ലിംസ് ബംഗാളിലുണ്ട്. അവർ BJPക്ക് എതിരാണ്. എന്നാൽ മമതാ ബാനർജി BJP മുന്നണിയിലേക്ക് ചായുകയാണെങ്കിലോ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുകയാണെങ്കിലോ അവർ വളരെ ഞാണിന്മേൽ കളിയാണ് കളിക്കുന്നത്. Debate with MV Nikesh Kumar.